അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിരത്തി തരുന്നതായിരിക്കും കുറെ. ഇറ്റ്സ് എ മാസ് ഫിലിം, മാസ് പടമാണ്. അതേപോലെ ഈ സിനിമയ്ക്കകത്ത് തന്നെ ഇത് ഒരു രജിസ്റ്റേർഡ് സിനിമ പറഞ്ഞിട്ടുണ്ട്. അപ്പം സെൽമി എന്ന് പറയുന്ന സമയത്ത് ശരിക്കും സൊസൈറ്റി ഈസ് എ മാർക്കറ്റ്, വി ആർ എ പ്രോഡക്റ്റ് എന്ന് പറയുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം സൊസൈറ്റിയിൽ റെലവെന്റ് ആയിട്ടൊരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു തോട്ട് വരാനുള്ള ഒരു കാര്യം എന്താണ്? അതെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ അകത്ത് ജീവിക്കുമ്പോഴത്തേക്കും എല്ലാം വിൽപ്പനയുടെ ഒരു പല പല സ്ഥലങ്ങളിലാണ് നമ്മൾ താമസിക്കുന്നത്, ജീവിക്കുന്നത്. അപ്പം എസ്പെഷ്യലി അപ്പം വാല്യൂ ഉള്ള ആൾക്കാർ ഇപ്പൊ ആ ഡയലോഗ് എക്സാക്ട്ലി പറഞ്ഞത് വിഷ്ണു അഗസ്ത്യാണ് എൻ്റെ അടുത്ത്. നമ്മൾ സംഘർഷനെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും വിഷ്ണു അഗസ്ത്യ ഒരു ലോങ് ആക്ഷൻ സീനൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. ലോങ് ആക്ഷൻ സീൻ, സംഘർഷയുടെ എങ്കിലൊരു വെരി ഇൻട്രസ്റ്റിംഗ് ആക്ഷൻ സീൻ ഉണ്ട്. അപ്പം ഞാനൊന്നും അത്ര ഫിറ്റ്, ഇത്ര ആക്ഷനൊക്കെ ചെയ്ത് വീണ്ടും ചെയ്യുന്നു ചാടുന്നു എല്ലാം കഴിഞ്ഞിട്ടപ്പം ഞാൻ വിഷ്ണുവിന്റെ അടുത്ത് ഇങ്ങനെ സർപ്രൈസ് ചെയ്തിട്ട് വിഷ്ണു ഇങ്ങനെ തോന്നിട്ടു ഭയങ്കര കഴിവാടോ, കൊണ്ടുപോയി എന്നെ വിൽക്കടോ. ഞാൻ നോക്കുമ്പോഴത്തേക്കും അതാണ് വെരി ട്രൂ. അപ്പൊ ഞാൻ രജിഷയുടെ അടുത്തും ഈ ഡയലോഗ് വിഷ്ണു ഇങ്ങനെ പറഞ്ഞതായിട്ട് തന്നെയാണ്, ഈ ഡയലോഗ് ഇത് പറയേണ്ട രീതി ഇങ്ങനെയാണ് അവ എന്ന് പറഞ്ഞിട്ടുണ്ട്. രജിഷ ശരിക്കും അങ്ങനെ ഡയലോഗ് പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഫീൽ ചെയ്തിരുന്നത്? അതായത് ഇപ്പൊ ശരിക്കും സൊസൈറ്റി റെലവെന്റ് ആയിട്ടുള്ളത് നടക്കുന്ന ഹിന്ദി കൂടെ ഇട്ടേ ഉള്ളൂ. അതെ ബേജോ അല്ല, അത് ഭയങ്കര റെലവെന്റ് ആണല്ലോ. എല്ലാം വിൽക്കാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണല്ലോ. സോ യെസ്. പക്ഷെ എനിക്ക് വിഷ്ണു ഏട്ടന്റെ കറക്റ്റ് മോഡുലേഷൻ പറഞ്ഞതുകൊണ്ട് കുറച്ചും കൂടെ അടിപൊളിയാണ്.